Jr., a United States Marine Corps combat correspondent speaking from Iwo Jima. And so far this morning, in a couple of hours, they have the roar you hear in the background. Our planes are coming from our own planes that are assisting the infantry just up ahead of us. രണ്ട് ലോകമഹായുദ്ധങ്ങൾ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനും വമ്പിച്ച നാശനഷ്ടങ്ങളുണ്ടാക്കിയ യുദ്ധങ്ങൾ. അണുബോംബെന്ന വിനാശകരമായ ആയുധം ആദ്യമായി പ്രയോഗിക്കപ്പെടുന്നു. അതുണ്ടാക്കിയ മാരകമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് വരും തലമുറകൾ പോലും മുക്തരല്ല. അത്രയ്ക്ക് വിനാശകരവും ഭയാനകവുമായ നാശനഷ്ടങ്ങളായിരുന്നു ഈ ലോകമഹായുദ്ധങ്ങൾ ലോകത്തുണ്ടാക്കിയത്. എന്നാൽ ഈ ചരിത്രത്തിൽ നിന്നും വർത്തമാനകാല മനുഷ്യൻ എന്തു പാഠമാണ് പഠിക്കുന്നത്? അഹങ്കാരവും തൻ പ്രമാണിത്വവും നിറഞ്ഞ ശരീരഭാഷ പ്രകടിപ്പിക്കുന്ന ലോകത്തിലെ പ്രബല രാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷിപ്ത സ്വാർത്ഥ താൽപര്യങ്ങൾക്കു വേണ്ടി ഭൂമുഖത്ത് നിന്ന് നമ്മെ തന്നെ തുടച്ചു നീക്കാൻ പ്രാപ്തിയുള്ള ആയുധങ്ങളുമായി പരസ്പരം പോരടിക്കുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ടുമുൻപുള്ള സാഹചര്യങ്ങൾക്ക് സമാനമായ അവസ്ഥയിലൂടെ സമകാലിക ലോകവും കടന്നുപോകുന്നുവെന്നത് വെറുമൊരു യാദൃശ്ചികത മാത്രമായിരിക്കുമോ? സാമ്പത്തിക മാന്ദ്യത്തിന്റെ കെടുതികളിലൂടെ ലോകരാജ്യങ്ങൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയത്തിന്റെ ഒക്കെ പേരിൽ ലോകത്തെവിടെയും കലാപങ്ങളും പ്രക്ഷോഭങ്ങളും നടമാടുന്നു. പ്രകൃതി ദുരന്തങ്ങളും കേട്ടുകേൾവി പോലുമില്ലാത്ത പുതിയ രോഗങ്ങളും വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യവും പട്ടിണിയും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അസമത്വവും അനീതിയുമൊക്കെ നിറഞ്ഞ് ലോകം വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ലോകമൊരു അനിശ്ചിതത്വത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിവേകമതിയായ മനുഷ്യന്റെ ഉൾക്കാഴ്ച വിദൂരഭാവിയിൽ ഒരു ദുരന്തം പതിയിരിക്കുന്നത് തിരിച്ചറിയുന്നു. അത് മനുഷ്യവർഗത്തെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും വിധം വിനാശകരവും മാരകവുമായ മൂന്നാം ലോകമഹായുദ്ധമെന്ന ദുരന്ത സാധ്യതയെക്കുറിച്ച് ജാഗ്രതപ്പെടുത്തുന്നു. വർത്തമാനകാല ലോകത്തെ കുഴപ്പം നിറഞ്ഞ ഈ അവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാത്മീയ സംഘമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. We who are members of the Ahmadiyya Muslim community try our utmost to save the world and humanity from all destruction. This is because in this era we have accepted the Imam of the age, who was sent by Allah as the promised Messiah and who came as a servant to the Holy Prophet Muhammad, peace be upon him, who himself was sent as a mercy for all of mankind. It is because we follow the teachings of the Holy Prophet, peace be upon him, that we feel extreme pain and anguish in our hearts at the state of the world. And it is that pain which drives us in our efforts to try and save humanity from destruction and suffering. ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലഹിസുലാം 1889 ദൈവിക നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ പഞ്ചാബിൽ ഖാദിയാൻ എന്ന ചെറുഗ്രാമത്തിൽ സ്ഥാപിച്ച ഇസ്ലാമിക ആത്മീയ പരിഷ്കരണ സംഘമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. ഇന്നത് 208-ലേറെ രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെയും പരിശുദ്ധ പ്രവാചകൻ ലോകാനുഗ്രഹിയായ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും യഥാർത്ഥ അധ്യാപനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രതിനിധീകരിക്കുന്നത്. സമാധാനത്തിനായുള്ള വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ സാർവദേശീയ സാഹോദര്യവും ശാന്തിയും സ്ഥാപിക്കുക എന്നതാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അന്തസത്ത. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന ആപ്തവാക്യമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രചരിപ്പിക്കുന്നതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതും. Ahmadiyyat Zindabad.